ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയർ വെച്ചിട്ടൊരു ചാട്ടാണ്, മൂങ് ദാൽ ചാട്ട്. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. കൂടാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു കുക്കറിലേക്ക് മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചെറുപയർ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കാം. അടുത്തതായി അതിലേക്കൊരു 1 കപ്പ് വെള്ളം ഒഴിച്ച് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് സ്പൂൺ ആ കുക്കറിനകത്ത് തന്നെ നമുക്ക് ഇട്ടേക്കാം. ഇത് പുറത്തേക്ക് തൂവാതിരിക്കാൻ, വിസിലടിക്കുമ്പോൾ പുറത്തേക്ക് തൂവാതിരിക്കാനാണ് വേണ്ടിയിട്ടാണത്. ഇനി നമുക്ക് കുക്കർ അടച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 2 വിസിലടുപ്പിച്ചിട്ടെടുക്കാം. വിസിലടിക്കുന്ന സമയം കൊണ്ട് നമുക്കതിലേക്ക് വേണ്ട മിക്സ് റെഡിയാക്കിയെടുക്കാം. മസാലയ്ക്ക് വേണ്ടി നമുക്ക് 2 ചെറിയ സവാള, 2 പച്ചമുളക്, കുറച്ച് മല്ലിയിലയും കൂടെ നന്നായിട്ട് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. ഒരു ബൗളിലേക്ക് ആദ്യത്തെ ഒരു ലെയർ ചെറുപയർ നിരത്തി വെച്ച് കൊടുക്കാം. അതിന് മുകളിലായിട്ട് അടുത്ത ലെയർ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, മല്ലിച്ചപ്പ് വിതറിയിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ്, കുക്കുംബർ, ലെറ്റസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എൻ്റെ കയ്യിലിപ്പോൾ കുക്കുംബർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ കുറച്ച് കുക്കുംബർ മാത്രം ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിനി ഇതിലേക്ക് ധനിയ പുതിന ചട്നിയും ടാമറിൻ ഡേറ്റ് ചട്നിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ചട്നീസ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചട്നീസ് നമുക്ക് സൂപ്പർ മാർക്കറ്റ്സിൽ ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ്, മേടിക്കാനായിട്ട് കിട്ടും. ടാമറിൻ ഡേറ്റ് ചട്നി ഇടുമ്പോൾ നമ്മുടെ ഈ ചാട്ടിനൊരു മധുരവും ഒരു പുളിയും ഒക്കെ ഉണ്ടാകും. നല്ലൊരു ഫ്ലേവർ അതിന് കൊടുക്കും. അടുത്തതായിട്ട് ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ ചാട്ട് മസാല കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ചാട്ട് മസാലയും സൂപ്പർ മാർക്കറ്റ്സിലും ഗ്രോസറി സ്റ്റോഴ്സിലും ഒക്കെ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. ഈ ചാട്ട് മസാല, ചട്നീസ് ഇതെല്ലാം നമ്മൾ മൂങ് ദാൽ ചാട്ടായിട്ട് കഴിക്കുന്നത് കൊണ്ട് മാത്രമേ ആവശ്യമുള്ളൂ. അല്ലാതെ നിങ്ങൾക്കിതൊരു സാലഡായിട്ട് കഴിക്കണമെങ്കിൽ വെജിറ്റബിൾസും നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മൂങ് ദാലും കൂടെ മിക്സ് ചെയ്ത് ഒരു സാലഡായിട്ടും ഇത് കഴിക്കാം. അവസാനമായിട്ട് ഞാനതിലേക്ക് കുറച്ച് ഭുജിയ സേവ് ഇടുന്നുണ്ട്. ഹൽദിറാംസിൻ്റെയൊക്കെ സേവ് നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും. സേവ് ഇടുന്നത് ഒരു ക്രഞ്ചിനെസ്സിന് വേണ്ടിയിട്ട് മാത്രമാണ്. ഈ പറയുന്നതെല്ലാം ഓപ്ഷണലാണ്. ചാട്ടായിട്ട് വേണ്ട, സാലഡായിട്ട് മതിയെങ്കിൽ ചട്നിയും ചാറ്റ് മസാലയും സേവും ഒക്കെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ഹെൽത്തി ഹൈ പ്രോട്ടീൻ ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമുക്ക് കഴിക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.